ഹായ് ഓൾ, നമ്മൾ സെക്ഷൻ ബി ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ എന്നുള്ള റിസ്ക് ആൻഡ് റിട്ടേൺ റിലേഷൻഷിപ്പ് നമ്മൾ കഴിഞ്ഞു. അതിൽ ടൈപ്സ് ഓഫ് റിസ്ക് നമ്മൾ പഠിച്ചു, പോർട്ട്ഫോളിയോ എന്താണ്, പോർട്ട്ഫോളിയോ റിസ്ക് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ആൻഡ് CAPM മോഡൽ വെച്ച് എങ്ങനെയാണ് റിക്വയർഡ് റിട്ടേൺ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ CAPM വെച്ച് എങ്ങനെയാണ് കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ റിസ്ക് റിട്ടേൺ റിലേഷൻഷിപ്പിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് മൊഡ്യൂൾ എന്നുള്ള രീതിയിൽ നമ്മൾ ലോങ് ടേം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്താണ് എന്നൊരു ഇൻട്രോ വീഡിയോയിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായി. സോ ഇനി നമുക്ക് കോർ കോൺസെപ്റ്റ്സിലേക്ക് നമുക്ക് കടക്കാം. എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? ഇൻട്രഡക്ഷൻ ടു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് ഒരു യൂണിറ്റ് ആയിരിക്കും നിങ്ങളുടെ ഹൂക്കിൻ്റെ മെറ്റീരിയലിലുള്ളത്. സോ അതിൽ നിന്ന് തന്നെ നമുക്ക് നോക്കാം എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നമുക്ക് ക്യാപിറ്റൽ വേണം, ഈ ക്യാപിറ്റലിന് വേണ്ടി വരുന്ന കോസ്റ്റ് എത്രയാണ് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് തന്നെ തന്നിട്ടുണ്ടായിരുന്നു ഓറിയൻറ്റേഷൻ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ട് പേരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് നമുക്ക് ചിന്തിക്കാമെന്ന്. രണ്ട് പേരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന്. ഇതാണ് കമ്പനിക്ക് ഫണ്ട് ആവശ്യമുണ്ട്, കമ്പനിക്ക് പൈസ ആവശ്യമുണ്ട്. കമ്പനി പോയി എന്ത് ചെയ്യും? കമ്പനി പോയി ബോറോ ചെയ്യും. ആരുടെ കയ്യിൽ നിന്ന്? ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കമ്പനി പോയി ബോറോ ചെയ്യും. ഈ ബോറോ ചെയ്യുന്നവർ കമ്പനിയുടെ അടുത്ത് എന്താ ചെയ്യുന്നത്? ഇൻവെസ്റ്റ് ആണ് ചെയ്യുന്നത്. സോ കമ്പനി അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ടാവണം? റിട്ടേൺ കൊടുക്കുന്നുണ്ടാവണം. അതായത് കമ്പനി പുറത്തുനിന്ന് പോയിട്ട് പൈസ അവർക്ക് ആവശ്യമുള്ള ലോങ് ടേം ഫിനാൻസ് പുറത്തുനിന്ന് എടുക്കും. അത് രണ്ട് രീതിയിൽ എടുക്കാമെന്ന് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. എക്സ്റ്റേണൽ സോഴ്സും ഉണ്ട്, ഇൻറ്റേർണൽ സോഴ്സും ഉണ്ട്. എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ച പോലെ ഡെപ്റ്റ് ആവാം, ഇക്വിറ്റി ആവാം, അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആവാം. അങ്ങനെയുള്ള എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് അവർക്ക് പൈസ എടുക്കാം. അതല്ലെങ്കിൽ ഇൻറ്റേർണൽ സോഴ്സിൽ നിന്ന് എടുക്കാം. ഇൻറ്റേർണൽ സോഴ്സ് ഏതാ? നമ്മുടെ റീറ്റെയിൻഡ് ഏർണിങ്സിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ് ഇൻറ്റേർണൽ സോഴ്സായിട്ട് വരുന്നുണ്ടത്. സോ ഇവിടെ എവിടെ നിന്നാണെങ്കിലും മെയിൻലി എക്സ്റ്റേണൽ സോഴ്സ്, ഡെപ്റ്റ്, ഇക്വിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് ഇവർ ഫിനാൻസ് എടുക്കുന്നതെങ്കിൽ ഇവർ പുറത്തുനിന്ന് പൈസ എടുക്കുമ്പോൾ പൈസ കൊടുക്കുന്നയാൾ, ഇൻവെസ്റ്റ് ചെയ്യുന്നയാൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? അവരൊരു റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവർക്ക് ഈ കൊടുക്കേണ്ടി വരുന്ന റിട്ടേൺ ആണ് കമ്പനിയുടെ എന്തായിട്ട് വരുന്നത്? കോസ്റ്റായിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മുടെ കമ്പനിക്ക് ഒരു 1000 രൂപയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണ്, ഞാൻ 1000 രൂപ തരാം, 1000 രൂപ ഞാൻ തരാം, പക്ഷേ എനിക്ക് 100 രൂപ ഇൻട്രസ്റ്റും കൂടെ കൂട്ടി 1100 ഇത് തിരിച്ചു തരണം എന്ന് പറഞ്ഞു. 1000 രൂപ എനിക്ക് ഫണ്ട് ആവശ്യമുണ്ട്, അതിന് 100 രൂപ ഇൻട്രസ്റ്റും കൂടെ കൂട്ടി 1100 തിരിച്ചു തരണം എന്ന് പറഞ്ഞു. സോ ഈ 100 ആർക്ക് കിട്ടുന്ന റിട്ടേൺ? ഇൻവെസ്റ്റർക്ക് കിട്ടുന്ന റിട്ടേൺ 100. ഇതേ 100 തന്നെയാണ് ആരുടെ കോസ്റ്റ്? കമ്പനിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഈ 1000 എന്നുള്ള ക്യാപിറ്റൽ, കമ്പനിക്ക് 1000 എന്നുള്ള ക്യാപിറ്റൽ കിട്ടണമെങ്കിൽ 100 രൂപ കോസ്റ്റ് വരുന്നുണ്ട് ആസ് ഇൻട്രസ്റ്റ്. അതുപോലെ തന്നെ ഇൻവെസ്റ്റർ 1000 രൂപ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ 100 രൂപ അവർക്ക് റിട്ടേൺ കിട്ടുന്നുണ്ട് ആസ് ഇൻട്രസ്റ്റ്. സോ ഇൻവെസ്റ്ററുടെ റിട്ടേൺ ആണ് കമ്പനിയുടെ കോസ്റ്റ്. സോ ഇതാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ബേസായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ഐഡിയ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ബേസായിട്ട്, അതായത് കമ്പനിക്ക് ക്യാപിറ്റൽ വേണം, ആ ക്യാപിറ്റൽ അവർക്ക് വേണമെങ്കിൽ എന്താണ്? ഡെപ്റ്റായിട്ട് അവർക്ക് വേണമെങ്കിൽ എടുക്കാം, ഇക്വിറ്റി ആയിട്ട് വേണമെങ്കിൽ അവർക്ക് എടുക്കാം. ഇതിനൊക്കെ കോസ്റ്റ് വരുന്നുണ്ട്. ഡെപ്റ്റിന് നമ്മൾ എന്തെന്ന് പറയും? കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് നമ്മൾ പറയും, ഡെപ്റ്റിന് വരുന്ന കോസ്റ്റിനെ. ഇക്വിറ്റീനെ സെയിം, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നതാണ് ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ എന്നുള്ളത്. ഇത് ഫുള്ളും കൂടെ ആഡ് ചെയ്യുന്നതാണ് ആ കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നുള്ളത്. മനസ്സിലായോ? കമ്പനിക്ക് ക്യാപിറ്റൽ വേണം, അത് വേണമെങ്കിൽ അവർക്ക് ഡെപ്റ്റ് ആയിട്ടും എടുക്കാം, അത് വേണമെങ്കിൽ അവർക്ക് ഇക്വിറ്റി ആയിട്ടും എടുക്കാം. ഡെപ്റ്റ് എടുക്കുന്നതിന് ഇൻട്രസ്റ്റ് ആയിട്ട് എത്ര കോസ്റ്റ് വരുന്നുണ്ട്? അതാണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. ഇക്വിറ്റി എടുക്കുന്നതിന് ഡിവിഡൻഡ് ആയിട്ട് അവർക്ക് എത്ര കോസ്റ്റ് വരുന്നുണ്ട്? അതാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ആവറേജ് നോക്കി ടോട്ടൽ കണ്ടുപിടിക്കുന്നതിനെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുക. സോ കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഓരോന്നായിട്ട് വായിച്ചു നോക്കാം. വാട്ട് ഈസ് ക്യാപിറ്റൽ? എന്താണ് ക്യാപിറ്റൽ? ഒരു കമ്പനിക്ക് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ലോങ് ടേം ഫണ്ടിങ് ആണ്. ലോങ് ടേം ഫണ്ടിങ് ഫോർ എ കമ്പനിക്ക് ലോങ് ടേമിലേക്ക് ഫണ്ട് വേണം. അതിനെയാണ്
ക്യാപിറ്റൽ എന്ന് വിളിക്കുക. അത് അവർക്ക് ഏത് രീതിയിലും വേണമെങ്കിൽ എടുക്കാം. ക്രെഡിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്റ്റ് ആയിട്ടും വേണമെങ്കിൽ എടുക്കാം, ഓണേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഇക്വിറ്റി ആയിട്ടും വേണമെങ്കിൽ എടുക്കാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ അക്കൗണ്ടിങ് പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓണേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്ന ഫണ്ടിനെ, ഓണേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഫണ്ട് എടുക്കുന്നതിനെയാണ് ഇക്വിറ്റി എന്ന് പറയുക. പുറത്തുള്ള ക്രെഡിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഫണ്ട് എടുക്കുന്നതിനെയാണ് ഡെപ്റ്റ് എന്ന് പറയുക. ഡെപ്റ്റിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ബോണ്ട്, ലോങ് ടേം ലോൺസ്. ഇക്വിറ്റിയുടെ എന്ന് പറഞ്ഞാൽ കോമൺ സ്റ്റോക്ക്, അതായത് സാധാ ഓർഡിനറി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ് ആൻഡ് റീറ്റെയിൻഡ് ഏർണിങ്സ്. റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നതും ഇക്വിറ്റിയുടെ ഭാഗം തന്നെയാണല്ലോ. കാരണം നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടേണ്ട ഡിവിഡൻ്റായിട്ട് കിട്ടേണ്ട പ്രോഫിറ്റിനെ നമ്മൾ പ്രോഫിറ്റായിട്ട് ഡിവിഡൻ്റായിട്ട് കൊടുക്കാതെ റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിട്ട് റീറ്റെയിൻ ചെയ്ത് വെച്ചേക്കുക. സോ അതും എന്തിൻ്റെ ഭാഗമാണ്? ഇക്വിറ്റിയുടെ ഭാഗമാണ്. സോ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ആവശ്യമുള്ള ലോങ് ടേമിലേക്ക് ആവശ്യമുള്ള ഫണ്ടിനെയാണ് ക്യാപിറ്റൽ എന്ന് വിളിക്കുക. അത് വെച്ച് അവരെന്ത് ചെയ്യും? വേണമെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യും. അതൊന്നും അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അസറ്റ്സ് പർച്ചേസ് ചെയ്യും ലോങ് ടേമിലേക്കുള്ള. ഇതിനൊക്കെയാണ് അവർക്ക് ക്യാപിറ്റലിൻ്റെ ആവശ്യം വരിക. അതിനുവേണ്ടി അവർക്ക് ഫണ്ട് വേണം. ഏതർ അവർക്ക് ഡെപ്റ്റ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ അവർക്ക് ഇക്വിറ്റി ആയിട്ട് എടുക്കാം. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത നോക്കാം. റിട്ടേൺസ്. എന്തൊക്കെയാണ് റിട്ടേൺസ് ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് അടുത്ത സ്ലൈഡിൽ പറയുന്നത്. ഇക്വിറ്റി ഹോൾഡേഴ്സ് ആണെങ്കിൽ ഇക്വിറ്റി ഹോൾഡേഴ്സിൻ്റെ റിട്ടേൺ എന്താടാ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡിവിഡൻറ്റ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഡിവിഡൻ്റ് ആയിരിക്കും. ഡെപ്റ്റ് ആണ് എടുക്കുന്നതെങ്കിൽ ഇക്വിറ്റിക്ക് എപ്പോഴും ഡിവിഡൻ്റ് ആയിരിക്കും. ഡെപ്റ്റ് ആണ് എടുക്കുന്നതെങ്കിൽ എപ്പോഴും ഇൻട്രസ്റ്റ് ആയിരിക്കും. നമുക്ക് പലിശയായിരിക്കും റിട്ടേൺ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. ഇക്വിറ്റി ആണെങ്കിൽ ഡിവിഡൻ്റ് ആയിരിക്കും, ഡെപ്റ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വേറെ ഒരു കാര്യം കൂടെ കിട്ടും, ഷെയർ പ്രൈസിൽ വരുന്ന ഗ്രോത്ത്. അതായത് നമ്മൾ ഷെയർ മേടിക്കുമ്പോൾ അതിൻ്റെ പ്രൈസ് ചിലപ്പോൾ 100 ആയിരിക്കും മാർക്കറ്റിൽ. ഇന്ന് ആ കമ്പനി നല്ല പെർഫോമിംഗ് ആണ്, അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ കൂടി ചിലപ്പോൾ 160 ആയിട്ടുണ്ടാവും. സോ അവർ ഈ 100-ന് മേടിച്ച ഷെയർ ഇന്ന് വിൽക്കുകയാണെങ്കിൽ അവർക്ക് ഒരു 60 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടാവും. 60 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടാവും. സോ അതും അവർക്ക് കിട്ടുന്ന എന്താണ്? റിട്ടേൺ ആണ്. സോ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടാൻ സാധ്യതയുള്ള റിട്ടേൺ എന്ന് പറയുന്നത് ഒന്ന് ഡിവിഡൻ്റ് ആണ്, 2 ഷെയർ പ്രൈസിൽ എന്തെങ്കിലും ഗ്രോത്ത് വരികയാണെങ്കിൽ അതും അവർക്ക് കിട്ടാവുന്ന ഒരു റിട്ടേൺ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഡെപ്റ്റ് ഹോൾഡേഴ്സിന് കിട്ടുന്ന റിട്ടേൺ എന്താണെന്ന് നോക്കാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ആയിരിക്കും. അവർക്ക് ഓരോ വർഷം കഴിയുന്തോറും ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടാവും. ബോണ്ടിൻ്റെയൊക്കെ കേസ് എടുത്താൽ അതിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഒരു 8% ആണ് റിട്ടേൺ എന്ന്. സോ ആ 8% ഇൻട്രസ്റ്റ് ആണ് അവർക്ക് കിട്ടുന്ന റിട്ടേൺ എന്നുള്ളത്. ഫിക്സ്ഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ആയിരിക്കും ഡെപ്റ്റ് ഹോൾഡേഴ്സിന് ഉള്ള റിട്ടേൺ. ഇതിങ്ങനെ തന്നെ അറിഞ്ഞിരിക്കുക, ഇക്വിറ്റി ആണെങ്കിൽ ഡിവിഡൻ്റ് ആയിരിക്കും, ഡെപ്റ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി ലാസ്റ്റ്, to attract funding, companies must offer returns that match the risk perceived by the investors. അതായത് ആരാണോ കൂടുതൽ റിസ്ക് എടുക്കുന്നത് അവർക്ക് കൂടുതൽ റിട്ടേൺ കൊടുക്കുന്നുണ്ടാവണം. കൂടുതൽ റിസ്ക് എടുക്കുന്ന ആരാടാ? കൂടുതൽ റിസ്ക് എടുക്കുന്ന ആരാ? ഷെയർ ഹോൾഡേഴ്സ് ആണോ ഡെപ്റ്റ് ഹോൾഡേഴ്സ് ആണോ? ആരാണ് കൂടുതൽ റിസ്ക് എടുക്കുന്നത്? ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഡിവിഡൻ്റ് ആണ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നത്, ഇൻട്രസ്റ്റ് ആണ് ഡെപ്റ്റ് ഹോൾഡേഴ്സിന് കിട്ടുന്നത്. ഈ ഡിവിഡൻ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഫിക്സ്ഡ് അല്ല. കമ്പനിക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ മാത്രം നല്ല പ്രോഫിറ്റ് ഉണ്ട് ആൻഡ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡിവിഡൻറ്റ് കൊടുക്കാം എന്ന് തീരുമാനിച്ചാൽ മാത്രമേ അവർക്ക് റിട്ടേൺ കിട്ടുന്നുണ്ടാകൂ. സോ അവരെടുക്കുന്നത് കൂടുതൽ റിസ്ക് എടുക്കുന്നത് ഷെയർ ഹോൾഡേഴ്സാണ്. ഡെപ്റ്റ് ഹോൾഡേഴ്സിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് കൺഫേംഡ് പേയ്മെൻറ്റാണ്. അവർക്കത് എന്തായാലും കിട്ടുന്നുണ്ടാവും. ഇൻട്രസ്റ്റ് എന്നുള്ളത് നിർബന്ധമായും കൊടുക്കണം. നമ്മുടെ കമ്പനി ചിലപ്പോൾ പ്രോഫിറ്റിലായിരിക്കും, നമ്മുടെ കമ്പനി ചിലപ്പോൾ ലോസിലായിരിക്കും. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കില്ല. ഇൻട്രസ്റ്റ് എന്നുള്ളത് എന്താ? നിർബന്ധമായും ഫിക്സ്ഡ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട പേയ്മെൻ്റ് ആണ്. സോ ഡെപ്റ്റ് ഹോൾഡേഴ്സിന് കിട്ടുന്ന റിട്ടേൺ എന്താണ്? അഷ്വേർഡ് ആണ്, എന്തായാലും കിട്ടും. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റിട്ടേൺ എന്തല്ല? അഷ്വേർഡ് അല്ല, പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ തരും. സോ അതുകൊണ്ട് തന്നെ ആരാ റിസ്ക് കൂടുതൽ എടുക്കുന്നത്? ഡെപ്റ്റ് ഹോൾഡേഴ്സ് ആണ് റിസ്ക് കൂടുതൽ എടുക്കുന്നത്. ഇനി അടുത്ത കാരണം, ലിക്വിഡേഷൻ്റെ സമയത്ത്, കമ്പനി പൂട്ടിപ്പോകുന്ന സമയത്ത് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക എക്സ്റ്റേണൽ ക്രെഡിറ്റേഴ്സിനാണ്, അതായത് എക്സ്റ്റേണൽ ലയബിലിറ്റീസിനാണ്. സോ ആദ്യം പൈസ സെറ്റിൽ ഓഫ് ചെയ്യുന്നുണ്ടാവുക വീണ്ടും ഡെപ്റ്റ് ഹോൾഡേഴ്സിനെ ആയിരിക്കും. അവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നുണ്ടാവുള്ളൂ. മനസ്സിലായോ? സോ 2 പോയിൻ്റ് ഓഫ് വ്യൂ നോക്കിയാലും, റിട്ടേണിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കിയാൽ
ഡെപ്റ്റിനുള്ള റിട്ടേൺ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉറപ്പായും കിട്ടും, റിസ്ക് കുറവാണ്. ഡിവിഡൻഡ് എന്നുള്ളത് ഉറപ്പല്ല, റിസ്ക് കൂടുതലാണ്. ലിക്വിഡേഷൻ്റെ സമയത്ത് ഫസ്റ്റ് പ്രിഫറൻസ് ഡെപ്റ്റ് ഹോൾഡേഴ്സിനായിരിക്കും. സോ അതുകൊണ്ട് അവർക്ക് റിസ്ക് കുറവാണ്. ഏറ്റവും ലാസ്റ്റ് പ്രിഫറൻസേ ഷെയർ ഹോൾഡേഴ്സിനുള്ളൂ. ലാസ്റ്റാണ് പെക്കിംഗ് ഓർഡറിൽ വരിക. അതുകൊണ്ട് തന്നെ ഷെയർ ഹോൾഡേഴ്സാണ് കൂടുതൽ റിസ്ക് എടുക്കുന്നത്. അതാണ് ആ ലാസ്റ്റ് പോയിന്റിൽ പറഞ്ഞേക്കുന്നത്. റിസ്ക് എന്തോരം എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവണം. ഷെയർ ഹോൾഡേഴ്സാണ് റിസ്ക് കൂടുതൽ എടുക്കുന്നതെങ്കിൽ അവർക്ക് കൊടുക്കുന്ന റിട്ടേൺ ആയിരിക്കും കൂടുതൽ. അതായത് ഷെയർ എടുക്കുമ്പോഴായിരിക്കും കമ്പനിക്ക് കോസ്റ്റ് കൂടുതൽ വരിക. ഡെപ്റ്റാണ് എടുക്കുന്നതെങ്കിൽ ഡെപ്റ്റ് ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട റിട്ടേൺ കുറവാണ്. സോ കമ്പനിയുടെ കോസ്റ്റ് എന്തായിരിക്കും? കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ചീപ്പർ സോഴ്സ് ഓഫ് ഫിനാൻസ് എന്നാണ് ഡെപ്റ്റിനെ പറയുന്നുണ്ടാവുക. ചീപ്പർ സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് ഡെപ്റ്റ് എന്നുള്ളത്. ഓക്കെ, നമുക്ക് അടുത്തതിൽ നോക്കാം. എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? ഇത് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് തന്നെ ഡിസ്കസ് ചെയ്തതാണ്. നോക്കാം. കമ്പനിയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കിയാൽ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ദ കമ്പനി മസ്റ്റ് പേ ഇറ്റ്സ് ഇൻവെസ്റ്റേഴ്സ്. അതായത് നമുക്ക് ക്യാപിറ്റൽ വേണം. അത് ചിലപ്പോൾ ഡെപ്റ്റ് ആയിട്ടാവാം, ഇക്വിറ്റി ആയിട്ടായിരിക്കാം. അതിന് അവർക്ക് കൊടുക്കേണ്ടി വരുന്ന റിട്ടേൺ ആണ് കമ്പനിയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ കോസ്റ്റ്. ഇനി ഇൻവെസ്റ്റേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കിയാലോ, അവരുടെ റിക്വയർഡ് റിട്ടേൺ, അവരെത്രയാണോ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ അവരെത്രയാണോ പ്രതീക്ഷിക്കുന്ന റിട്ടേൺ, അതാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ റിട്ടേൺ. അത് തന്നെയാണ് കമ്പനിയുടെ കോസ്റ്റ്. ലാസ്റ്റ് പറഞ്ഞേക്കുന്ന നോക്ക്, ബോത്ത് ആർ ദി സെയിം. ആക്ച്വലി അത് രണ്ടും സെയിം ആണ്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഓപ്പോസിറ്റ് പേഴ്സ്പെക്റ്റീവ്സിൽ നിന്ന് നോക്കുന്നതാണെന്ന് മാത്രം. ഇത് കമ്പനി ആണെങ്കിൽ ഇത് ഇൻവെസ്റ്റർ ആണ്. ഇൻവെസ്റ്റർ അതിനെ എന്തെന്ന് വിളിക്കും? ഈ കിട്ടുന്നതിനെ റിട്ടേൺ എന്ന് വിളിക്കും. അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ലാഭം റിട്ടേൺ തിരിച്ച് കിട്ടുന്നതായിട്ട് വിചാരിക്കും. കമ്പനിയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിലോ കൊടുക്കേണ്ടി വരുന്ന കോസ്റ്റ് 1000 എന്നുള്ള ക്യാപിറ്റൽ, 1000 എന്നുള്ള ഒരു ക്യാപിറ്റൽ വേണം. അതിന് 100 രൂപ ഇൻട്രസ്റ്റും കൊടുക്കേണ്ട വരുന്നുണ്ട്. 100 രൂപ ഇൻട്രസ്റ്റും കൊടുക്കേണ്ട വരുന്നുണ്ട്. കമ്പനിക്ക് ഇത് കോസ്റ്റാണ്, ഇൻവെസ്റ്ററിന് ഇത് റിട്ടേൺ ആണ്. മനസ്സിലായോ? വേറെ വേറെ പേഴ്സ്പെക്റ്റീവിലാണെന്ന് മാത്രം. 1000 എന്നുള്ള ക്യാപിറ്റലിന് 100 രൂപ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട് ഡെപ്റ്റ് ആണെങ്കിൽ. ഈ 100 എന്നുള്ളത് ഇൻവെസ്റ്ററിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അയാൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഇൻകം റിട്ടേൺ ആണ്. കമ്പനിയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അത് കോസ്റ്റാണ്. ഓക്കെ അല്ലേ? സോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ക്യാപിറ്റൽ വേണം, അതിന് കൊടുക്കേണ്ടി വരുന്ന റിട്ടേൺ, ഇൻവെസ്റ്റർക്ക് കിട്ടേണ്ട റിട്ടേൺ, അതാണ് കമ്പനിയുടെ കോസ്റ്റ്. ഓക്കെ, നമുക്ക് അടുത്ത എന്താണെന്ന് നോക്കാം. എങ്ങനെയാണ് ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മെഷർ ചെയ്യേണ്ടതെന്ന്. ഇത് നമുക്ക് ഓരോരോ യൂണിറ്റ് ആയിട്ട് വളരെ വൃത്തിക്ക് പഠിക്കാനുണ്ട്. ഡെപ്റ്റിലേക്ക് വരുമ്പോൾ ഡെപ്റ്റിന് എന്തോരം കോസ്റ്റ് വരും നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഇക്വിറ്റിയാണ് എടുക്കുന്നതെങ്കിൽ ഇക്വിറ്റിക്ക് എന്തോരം കോസ്റ്റ് വരും അത് നമുക്ക് പഠിക്കാനുണ്ട്. പ്രിഫറൻസ് ഷെയർ ആണ് എടുക്കുന്നതെങ്കിൽ അതിനെന്തോരം കോസ്റ്റ് വരും അതും നമുക്ക് പഠിക്കാനുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആവറേജ് എടുത്തിട്ട് എന്താണ് വാക്ക് അതും നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് വായിച്ചു നോക്കാം ഇവരെന്താ പറയുന്നതെന്ന്. നമ്മളെപ്പോഴും കറണ്ട് മാർക്കറ്റ് വാല്യൂവിനെ വെച്ച് വേണം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നോക്കാൻ, അല്ലാതെ ബുക്ക് വാല്യൂവിനെ വെച്ചല്ല. കാരണം എന്താ, ഇതെപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇൻവെസ്റ്റർ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേണും മാർക്കറ്റ് പ്രൈസും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് കറക്റ്റ് മാർക്കറ്റ് വാല്യൂ വേണം നോക്കാൻ. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നോക്കുമ്പോൾ ഒരു ബോണ്ട് 100-നാണ് നമ്മൾ ഫേസ് വാല്യൂ ഇട്ടിരുന്നത്. അതിപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന 105-ലാണെങ്കിൽ ആ മാർക്കറ്റ് വാല്യൂ വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുമ്പോൾ വാല്യൂ ഓഫ് ദാറ്റ് ബോണ്ട് നമ്മൾ നോക്കും. വാല്യൂ ഓഫ് ബോണ്ട് അല്ലെങ്കിൽ വാല്യൂ ഓഫ് ഷെയർ നോക്കും. ആ ബോണ്ടിന് ഇന്നെന്ത് മാർക്കറ്റ് വാല്യൂ ഉണ്ട്, ആ ഒരു ഷെയറിന് ഇന്നെന്ത് മാർക്കറ്റ് വാല്യൂ ഉണ്ട്, ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ വേണം നോക്കാൻ, അല്ലാതെ ഒരിക്കലും ബുക്ക് വാല്യൂ അല്ല നോക്കേണ്ടത്. ഇത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ വൃത്തിക്ക് മനസ്സിലാവും. ഇത്ര പറഞ്ഞാൽ മതി. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പഠിക്കുമ്പോൾ ബുക്കിൽ എത്ര വാല്യൂ ഉണ്ടായിരുന്നു എന്നല്ല നോക്കേണ്ടത്. ആ ഒരു ക്യാപിറ്റൽ എടുത്തതിന് ആ ഷെയറിനാണെങ്കിലും ആ ഒരു ബോണ്ടിനാണെങ്കിലും ആ ഡിബഞ്ചറിനാണെങ്കിലും ഇന്ന് അതിനെന്ത് മാർക്കറ്റ് വാല്യൂ ഉണ്ട് അത് വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ. ഓക്കെ അല്ലേ? ലാസ്റ്റ് പറയുന്നു വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്ന്. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ തൽക്കാലം ഡെപ്റ്റിൻ്റെ കോസ്റ്റിനെ ഒരു 8% എന്ന് എടുക്കുക. ഇൻട്രസ്റ്റ് 8% ആണ് നമ്മൾ കൊടുക്കേണ്ടി വരിക. ഇക്വിറ്റി എപ്പോഴും ഡെപ്റ്റിനെക്കാളും കോസ്റ്റ്ലി ആണ്. സോ അതിനൊരു 10% കൊടുക്കേണ്ട ഒന്നും വിചാരിക്കുക. 10%. ആൻഡ് നമുക്ക് ഒരു 10 മില്യൺ ഡെപ്റ്റുമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്.
ഒരു 20 മില്യൺ എന്തായിട്ട് കൊടുത്തിട്ടുണ്ട്, ഇക്വിറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ 10 മില്യൻ്റെ 8% എന്ന് പറയുമ്പോൾ 10 മില്യൻ്റെ 8% എന്ന് പറയുമ്പോൾ എത്ര വന്നടാ, 10 മില്യൺ ഇൻറ്റു 8%, 8 lakhs എന്ന് വന്നു. 800K 8 lakhs എന്ന് വന്നു. അപ്പോൾ 20 മില്യൻ്റെ 10% എത്രയായിരിക്കും? 20 മില്യൻ്റെ 10% എന്ന് പറയുമ്പോൾ എത്ര വരും? 2 മില്യൺ വരും. 2 മില്യൺ വരും. സോ ഇതാണ് കോസ്റ്റ് വരിക. 800Kയും 2 മില്യണും. സോ 2.8 മില്യൺ ആണ് നമുക്ക് കോസ്റ്റായിട്ട് കൊടുക്കേണ്ടി വരിക. ഇതിനിങ്ങനെ വെയിറ്റ് ചെയ്ത് ആവറേജ് ചെയ്യണം. അല്ലാതെ ഡെപ്റ്റിന് വെറുതെ 8%, ഇക്വിറ്റിക്ക് വെറുതെ 10% എന്ന് പറയാൻ പാടില്ല. 10 മില്യൺ എന്തുണ്ട്? 10 മില്യൺ ഡെപ്റ്റ് ഉണ്ട്, അതിന് 8% റിട്ടേൺ 800K. 20 മില്യൺ ഇക്വിറ്റി ഉണ്ട്, അതിന് 10% റിട്ടേൺ. സോ 2 മില്യൺ. സോ ടോട്ടൽ 2.8 മില്യൺ ആണ് കമ്പനിക്ക് വരുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഈ 10 മില്യൺ എന്നുള്ളതും ഈ 20 മില്യൺ എന്നുള്ളതും ഒരിക്കലും ബുക്ക് വാല്യൂ ആയിരിക്കരുത്. അതിനെയാണ് നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് വാല്യൂ ആയിരിക്കണം എടുക്കുന്നുണ്ടാവുക. മാർക്കറ്റ് വാല്യൂ വേണം എടുക്കാൻ. സോ ഇങ്ങനെ കണ്ടുപിടിക്കുന്നതിനെയാണ് വാക്ക് കണ്ടുപിടിക്കുക എന്ന് പറയുക. ഇതും നമുക്ക് വരുന്ന ലെക്ചേഴ്സിൽ ഒരു യൂണിറ്റ് 10, 12 ഒക്കെ ആകുമ്പോൾ നമുക്ക് നല്ല വൃത്തിക്ക് പഠിക്കാനുണ്ട്. ഇത് ജസ്റ്റ് ഇൻട്രഡക്ഷൻ ടു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നുള്ളൊരു വീഡിയോ ആണ്. ബട്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്സിലേക്ക് കടന്നു തുടങ്ങി. ആ ഒരു സീരിയസ്നെസ് നിങ്ങളുടെ ഭാഗത്തുനിന്നും നമുക്ക് വേണം. സോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്ന് ജസ്റ്റ് വൺ ലൈനറായിട്ട് പറയുന്നു. നമുക്ക് ക്യാപിറ്റൽ വേണം. ആ ക്യാപിറ്റൽ എടുക്കുന്നതിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന റിട്ടേൺ, കോസ്റ്റ്, ഇൻട്രസ്റ്റ് ആവാം, ഡിവിഡൻഡ് ആവാം, എന്തും ആവാം, അതിനെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുക. പല സോഴ്സ് ഓഫ് ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ എടുക്കുന്നുണ്ട്. ഡെപ്റ്റ് എടുക്കുന്നുണ്ടാവും, ഇക്വിറ്റി എടുക്കുന്നുണ്ടാവും. സോ അതിൻ്റെ വെയ്റ്റിനനുസരിച്ച് വേണം നമ്മൾ ആവറേജ് കണ്ടുപിടിക്കാൻ. ഓക്കെ ആണല്ലോ? ഇനി എന്തുകൊണ്ടാണ് ഇത് മാറ്റർ ചെയ്യുന്നത്, എന്താണ് ഇതിനുള്ള ഇമ്പോർട്ടൻസ് എന്ന് നമുക്ക് നോക്കാം. ഹഡിൽ റേറ്റ് നമ്മൾ സെക്ഷൻ ഇയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പഠിച്ചിട്ടുണ്ടാവും. ഹഡിൽ റേറ്റ് വേണം നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ? ഡിസ്കൗണ്ടിങ് റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ. ഹഡിൽ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു പ്രൊജക്റ്റിൽ നിന്ന് നമുക്ക് മിനിമം കിട്ടേണ്ട റിട്ടേണിനെയാണ് എന്തെന്ന് പറയുക? ഹഡിൽ റേറ്റ് എന്ന് പറയുക. ഒരു പ്രൊജക്റ്റിൽ നിന്ന് നമുക്ക് മിനിമം കിട്ടേണ്ട റിട്ടേണിനെയാണ് ഹഡിൽ റേറ്റ് എന്ന് പറയുക. കണ്ടോ, പ്രൊജക്റ്റ് റിട്ടേൺ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാളും കൂടുതലാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഒരു പ്രൊജക്റ്റിൽ നിന്ന് 20% റിട്ടേൺ കിട്ടുന്നുണ്ട്, അതിന് കോസ്റ്റ് ആകെ 15% വന്നിട്ടുള്ളൂ, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, 5% പ്രോഫിറ്റ് ഉണ്ട്. ഇതിന് തിരിച്ചാ 15% റിട്ടേണും 20% കോസ്റ്റും വന്നെങ്കിലോ 5% ലോസ് ആയിരിക്കും, നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ഇതാണ് ജസ്റ്റ് പറഞ്ഞേക്കുന്നത്. റിട്ടേൺ എപ്പോഴും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാളും കൂടുതലായിരിക്കും. എക്സാമ്പിൾ, 10% നമ്മൾ പൈസ കടത്തിനെടുത്തിട്ട് 6% മാത്രം റിട്ടേൺ കിട്ടുന്ന ഒരു പ്രൊജക്റ്റിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യരുത്. 10% നമ്മൾ പൈസ കടത്തിനെടുത്തിട്ട് 6% മാത്രം റിട്ടേൺ കിട്ടുന്ന പ്രൊജക്റ്റിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യരുത്. എപ്പോഴും നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാളും കൂടുതലായിരിക്കണം നമ്മുടെ പ്രൊജക്റ്റിൻ്റെ റിട്ടേൺ, അഥവാ IRR. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു പ്രൊജക്റ്റിൻ്റെ ഓവറോൾ റിട്ടേണിന് നമ്മൾ പറയുന്നതാണ് IRR എന്ന്. IRRൻ്റെ ഡിസിഷൻ റൂളും ഇത് തന്നെയല്ലായിരുന്നോ? IRR കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിലും കൂടുതലാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാളും കുറവാണെങ്കിൽ റിജക്റ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടെ, സാധാ ഭയങ്കര റിസ്ക് ഉള്ള പ്രൊജക്റ്റ് ആണെങ്കിൽ, ഭയങ്കര കൂടുതലുള്ള പ്രൊജക്റ്റ് ആണെങ്കിൽ ആലോചിച്ച് നോക്കടാ, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേണും എന്തായിരിക്കും? റിസ്ക് കൂടുമ്പോൾ, ആദ്യം തൊട്ട് നമ്മൾ പഠിക്കുന്നു, റിസ്ക് കൂടുമ്പോൾ റിസ്ക് കൂടുമ്പോൾ റിട്ടേണും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ റിസ്കിയർ ആയിട്ടുള്ള പ്രൊജക്റ്റിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേണും എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. സോ അതുകൊണ്ടാണ് പറയുന്നത്, പ്രൊജക്റ്റ് സാധാ ഉള്ള പ്രൊജക്റ്റിൻ്റെ റിസ്കിനേക്കാളും റിസ്കിയർ ആണെങ്കിൽ ഹഡിൽ റേറ്റ് ആയിട്ട്, അതായത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേണും കുറച്ച് ഹയർ ആയിട്ട് സെറ്റ് ചെയ്യണം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താടാ? നോർമൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നോർമൽ റിക്വയർഡ് റിട്ടേൺ തന്നെയാണ്. സോ ഭയങ്കര ഹയർ ആയിട്ട് റിസ്ക് ഉള്ള പ്രൊജക്റ്റ് ആണെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കോസ്റ്റ് എത്രയാണോ, നമ്മളുടെ റിക്വയർഡ് റേറ്റ് എത്രയാണോ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയാണോ, അതിനേക്കാളും കൂട്ടി വേണം നമ്മൾ ഹഡിൽ റേറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി. ഇതിനെയാണ് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ടിങ് റേറ്റ് എന്ന് പറയുക. അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ടിങ് റേറ്റ് നമ്മൾ റിസ്കിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാവണം. നോർമലി ഒരു 12% കോസ്റ്റ് വരുന്നെങ്കിൽ, ഭയങ്കര റിസ്കിയർ ആയിട്ടുള്ളതാണെങ്കിൽ ഒരു 15% നമ്മൾ കോസ്റ്റാക്കി എടുത്തോളണം. അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇനി ലാസ്റ്റ് ഇൻ ഷോർട്ട് നമുക്ക് പറയാനുള്ളത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ
കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിന് കിട്ടേണ്ട റിട്ടേൺ ആണ്. അതാണ് കമ്പനിയുടെ ഹഡിൽ റേറ്റ്. അതായത് കമ്പനിക്ക് എത്രയാണോ കോസ്റ്റ് വരുന്നത് ആ കോസ്റ്റ് എങ്കിലും മിനിമം അവർക്ക് ഇൻവെസ്റ്റ് ചെയ്ത് റിട്ടേൺ കിട്ടുന്നുണ്ടാവണം. കണ്ടോ, നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസിന് അത് ഹെൽപ്പ് ചെയ്യും. എൻഷുർ ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് ഇൻക്രീസസ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് അതാണ് നമ്മൾ സെക്ഷൻ ഇയിൽ പഠിച്ചത്. നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്നുള്ളത് കോസ്റ്റിനേക്കാളും കൂടുതലായിരിക്കണം. 8% കോസ്റ്റിന് ഞാൻ ക്യാപിറ്റൽ എടുത്താൽ മിനിമം 9% എനിക്ക് റിട്ടേൺ കിട്ടുന്നുണ്ടാവണം. എന്നാലാണ് ആ 1% എന്നുള്ള പ്രോഫിറ്റ് എൻ്റെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തിനെ മാക്സിമൈസ് ചെയ്യാൻ സഹായിക്കുകയുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഫസ്റ്റ് യൂണിറ്റ് പഠിക്കാനുള്ളത്. ഇൻട്രഡക്ഷൻ ടു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഏതൊക്കെ രീതിയിലുണ്ട്, ഡെപ്റ്റ് ഉണ്ട്, ഇക്വിറ്റി ഉണ്ട്, എന്താണ് ഇതിൻ്റെ കുറച്ച് വളരെ ബേസ് കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഓക്കെ ആണെന്ന് വിചാരിക്കാം. ഇത് ജസ്റ്റ് വീണ്ടും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ്. ഇനി വീണ്ടും നമുക്ക് ഓരോന്നായിട്ട് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്താണ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്താണ്, വാക്ക് എങ്ങനെയാണ്, കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്താണ്, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്താണ്, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, സോ ഇതേ ചൂടിൽ ഒരിക്കലും നിർത്തരുത്, ഒരിക്കലും പോസ് ചെയ്യരുത്. ഇതിൻ്റെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഡെപ്റ്റിനെ പറ്റിയാണ്. ഡെപ്റ്റ് ഫിനാൻസിങ്, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് അല്ല കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ഇൻട്രൊഡക്ഷനാണ് ഫസ്റ്റ്. അടുത്തത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് അല്ല. ആദ്യം ഡെപ്റ്റ് എന്താണെന്ന് അറിയണ്ടടാ. ഡെപ്റ്റിൻ്റെ സ്വഭാവം എന്താണ്, ഡെപ്റ്റിൻ്റെ പ്രത്യേകതകൾ എന്താണ്, ഡെപ്റ്റിൽ തന്നെ ബോണ്ട് എന്താണ്, ബോണ്ട്സ് ഡിബഞ്ചേഴ്സ്, ബോണ്ട് എന്താണ്, അതൊന്ന് ആദ്യം നമ്മൾ അറിയും. ബോണ്ട് എന്താണെന്ന്, ഡെപ്റ്റ് ഫിനാൻസിങ് എന്താണെന്ന്. അത് കഴിഞ്ഞിട്ടായിരിക്കും കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഒക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ആരും ബ്രേക്ക് എടുക്കാതെ ഡെപ്റ്റ് എന്താണെന്നൊന്ന് പോയി നോക്കിയിട്ട് വന്നേ. അടുത്ത വീഡിയോയിലേക്ക് പൊക്കെ വിട്ടോ.